റയാൻ പോയ ശേഷം ആമി പതിയെ മുറിയിലേക്ക് കയറി. അവൻ പറഞ്ഞതുപോലെ ആ റൂമെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു. കബോർഡിൽ വെച്ചിരുന്ന ട്രാവൽ ബാഗിൽ അവൾ കളരിക്കൽ ഇട്ടിട്ട് പോന്ന ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്നെടുത്തു കൊണ്ടുപോയി ഫ്രഷ് ആകാൻ തിരികെ വന്നിട്ട് റയാൻ തിരികെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേറൊന്നും ചെയ്യാനില്ലാത്ത ആമി ബെഡിലേക്ക് കയറി കിടന്നു. അപ്പോഴെല്ലാം അവളുടെ മനസ്സിൽ നിറയെ വീട്ടിലെ കാര്യങ്ങൾ എന്തായിട്ടുണ്ടാകുമെന്ന ചിന്ത മാത്രമായിരുന്നു. താൻ കാരണം പാവം വികാസിനും വേദനിക്കേണ്ടി വന്നല്ലോ എന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ ഒരു സംഭവം കൊണ്ട് തന്നെ ശ്രീദേവി ആന്റിയും വിനോദ് അങ്കിളും എന്നെ വെറുത്തു പോയിട്ടുണ്ടാകും. പാവം വികാസേട്ടൻ, എനിക്ക് വേണ്ടി എത്ര അടിയാ കൊണ്ടത്. റയാന്റെ തല്ലുകൊണ്ട് തളർന്നു വീണ വികാസിന്റെ മുഖം ഓർമ്മയിലേക്ക് വന്നതും ആമി വിഷമത്തോടെ ഓർത്തു. നിന്ന നിപ്പിൽ ഇറങ്ങിപ്പോന്നത് കൊണ്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ലങ്ങോട്ട് വിളിച്ചു പറയാനോ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാനോ വഴിയില്ലല്ലോ എന്നതും അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ വിഷമിച്ചിരിക്കുകയല്ലാതെ മറ്റൊരു വഴിയും തന്റെ മുന്നിലില്ലെന്ന തിരിച്ചറിവിൽ ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. കാണാതായിട്ടിപ്പോ എത്ര സമയമായി കാണും? മുന്നിൽ കളഞ്ഞു തളർന്നിരിക്കുന്ന മധ്യവയസ്കന് മുന്നിൽ പ്രായമുള്ള ദമ്പതികളെ നോക്കി SI അഭിലാഷ് ചോദിച്ചു. ഇന്നലെ രാത്രി മുതലാ സാറേ, ആ മനുഷ്യൻ വിക്കി വിക്കി പറഞ്ഞു. ആ, നല്ല കാര്യം. എന്നിട്ടിന്ന് രാത്രിയാണോ അച്ഛനും അമ്മയ്ക്കും കംപ്ലൈന്റ് തരാൻ നേരം കിട്ടിയത്? SIയുടെ സ്വരത്തിലെ ദേഷ്യം വന്നതും ആ സാധുക്കൾ തല കുമ്പിട്ടിരുന്നതേയുള്ളൂ. ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് നേരത്തോട് നേരമായിട്ട് ഇതുവരെ പരാതി തരാതെ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു? അയാൾ വീണ്ടും ചോദിച്ചു. പെൺകൊച്ചല്ലേ സാറേ, ചാടി പുറപ്പെട്ടവരോരോന്ന് ചെയ്ത മോളുടെ ഭാവി. അതുമാത്രമല്ല, ഇത്രയ്ക്കൊന്നും വേണ്ടി വരുമെന്ന് കരുതിയില്ല. അതാ ഞങ്ങൾ. പറയുന്നതിനിടയിലും ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടി. ആ ആ മതി മതി, ഞങ്ങൾ അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിപ്പിക്കാം. പിന്നെ ഇത്രയും നേരം വൈകിട്ടാ കംപ്ലൈന്റ് കിട്ടിയത്. അതുകൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയായിരിക്കുമെന്ന് കൂടി ഓർത്തു വെച്ചോ. സ്വന്തം മോളെ കാണാതായിട്ടും അന്തസ്സും അഭിമാനവും മുറുകെ പിടിക്കാൻ കാണിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സ്. അഭിലാഷ് പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് കുറ്റബോധത്തോടെ തല കുരിച്ചിരിക്കാനേ ആ മാതാപിതാക്കൾക്ക് സാധിച്ചുള്ളൂ. അപ്പോഴും തങ്ങളുടെ മകൾക്കൊരാപത്തും വരുത്താതെ തിരികെ തരണമേ എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ നിറയെ. ആ, കുട്ടി മിസ്സിംഗ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞത് എപ്പോഴാ? വൈകുന്നേരം ജിമ്മിന് പോയതാ. സാധാരണ 7 മണി കഴിയുമ്പോൾ വീട്ടിലെത്തുന്നതാ. ഇന്നലെ 9 മണിയായിട്ടും തിരികെ വന്നതുമില്ല. വിളിച്ചിട്ട് ഫോണിലും കിട്ടിയില്ല. അങ്ങനെയാ അന്വേഷിക്കാൻ തുടങ്ങിയത്. ശരി ശരി, കംപ്ലൈന്റ് കൊടുത്തിട്ട് പൊയ്ക്കോ. പിന്നെ ആ ജിമ്മിന്റെ പേരും സ്ഥലവുമൊക്കെ കറക്റ്റായിട്ട് വച്ചേക്കണം. ശരി സാർ. ദയനീയ ഭാവത്തിൽ തന്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോകുന്ന മനുഷ്യരെ നോക്കിയിരിക്കുമ്പോൾ അഭിലാഷിന് ഒരേ സമയം അവരോട് ദേഷ്യവും സഹതാപവും തോന്നി. ഉമ്മറത്തിരുന്ന് കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു പൂർണിമ. നന്ദനും വിനോദും കൂടി തല്ലുകൊണ്ട് അവശരായ വികാസിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കുമായിരുന്നു. ശ്രീദേവിയാണെങ്കിൽ അകത്ത് പാക്കിങ്ങിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലുടൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന നിർബന്ധത്തിൽ തന്നെയായിരുന്നു അത്. ആമി കാരണമാണ് വികാസിന് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന ചിന്ത അത്രമേൽ സ്വാധീനിച്ചിരുന്നത് കൊണ്ട് തന്നെ നന്ദനോടും പൂർണിമയോടും പോലും അവരൊരു ശത്രുവിനോടെന്ന പോലെയായിരുന്നു പെരുമാറിയത്. ഹോസ്പിറ്റലിൽ പോയവർ തിരികെ വരുന്നത് കണ്ടപ്പോഴായിരുന്നു ഉമ്മറത്ത് കണ്ണുനീർ വാർത്തുകൊണ്ട് ഇരിക്കുകയായിരുന്ന പൂർണിമ അങ്ങോട്ട് നോക്കിയത്. വന്നത് വികാസിന്റെ കാറ് തന്നെയാണെന്ന് മനസ്സിലായതും അവർ വേഗം കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പോഴേക്കും അകത്തുനിന്ന് ശ്രീദേവിയും അങ്ങോട്ട് ഓടിയെത്തിയിരുന്നു. മോനെ, കാറിൽ നിന്ന് പ്ലാസ്റ്റർ ഇട്ട കൈയും ഡ്രസ്സ് ചെയ്ത് ബാൻഡേജ് ഇട്ട മുറിവുകളുമായി പുറത്തേക്കിറങ്ങിയ വികാസിനെ കണ്ടതും ശ്രീദേവി ഓടി അവന്റെ അരികിലേക്ക് ചെന്നു. എന്റെ ദേവി, ഇത് കാണാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എല്ലാം നിങ്ങൾ കാരണമാ. കൂട്ടുകാരന്റെ മോൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഏതോ ഒരുത്തൻ വീട്ടിൽ കയറി വന്നെന്റെ കുഞ്ഞിനെ കൊല്ലാറാക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായോ? ശ്രീദേവി വിനോദിന് നേരെ ചീറി. എന്റെ ദേവി, താനൊന്ന് അടങ്ങ്. കാര്യങ്ങളൊക്കെ എനിക്കിനി ഒരു കാര്യവും കേൾക്കണ്ട. നമുക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. മതി വിരുന്നുണ്ടതും കല്യാണം ആലോചിച്ചതുമൊക്കെ. വല്ലവളുമാരുടെയും പേരും പറഞ്ഞ് ഏവനെയും തല്ലിച്ചതയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ മോനെ വളർത്തിയത്. എന്തോ പറയാൻ വന്ന വിനോദിനെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ശ്രീദേവി പറഞ്ഞു. ആ നേരത്തൊന്നും നന്ദനോ പൂർണിമയോ അവിടെ നിൽക്കുന്നുണ്ടെന്ന ഭാവം പോലും അവരിൽ ഉണ്ടായിരുന്നില്ല. കാരണം ആമി കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്ന ചിന്തയും അതിൽ നിന്നുരുവായ വെറുപ്പും അവരെ അത്തരമൊരവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോഴേക്കും അമ്മ എന്തൊക്കെയായി പറയുന്നേ? അങ്കിളും ആന്റിയും വിഷമിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? വികാസ് അനുനയിപ്പിക്കാനെന്ന പോലെ ചോദിച്ചു. എനിക്ക് ആരുടെയും വിഷമം നോക്കാനില്ല വിക്കി. നിന്നേക്കാൾ വലുതല്ല എനിക്ക് മറ്റാരും. ആ നിന്നെ നോവിക്കാൻ കാരണമായവരോട് സൗഹൃദം കൂടി നിൽക്കാനോ സഹകരിക്കാനോ ഇനി എന്നെ ആരും നിർബന്ധിക്കേണ്ട. ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അമ്മേ, ഈ അവസ്ഥയിൽ ഇവരെ തനിച്ചാക്കിയിട്ട് അവരുടെ കാര്യം അവർ നോക്കിക്കോളും. അതിനു വേണ്ടി നിന്നെ കുത്തി കൊടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഒരണുവിട പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ പറഞ്ഞിട്ട്
ശ്രീദേവി അകത്തേക്ക് പോയത് വിനോദ് ഒരു കുറ്റവാളിയെ പോലെ മുഖം കുനിച്ച് നിൽക്കുന്ന നന്ദന്റെ അരികിലേക്ക് ചെന്നു. എടാ അവള് വിഷമം കൊണ്ടാ. സാരമില്ലടാ, എനിക്ക് മനസ്സിലാകും ശ്രീദേവിയെ. അവളെ കുറ്റം പറയാനും പറ്റത്തില്ല. ഇനി ഞങ്ങൾക്ക് വേണ്ടി നിന്ന് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട. നിങ്ങൾ ചെല്ല്. തന്റെ തോളിൽ വെച്ച വിനോദിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു. അത്രമേൽ തകർന്നു നിൽക്കുന്ന അയാളോട് ഇനി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ വിനോദ് അകത്തേക്ക് കയറിപ്പോയി. റയാൻ തിരികെ വരുമ്പോൾ ആമി നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഫുഡൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ട് കുളിച്ച് ഫ്രഷായി വന്നിട്ടായിരുന്നു അവളെ വിളിച്ചത്. ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. ബെഡിനരികിൽ വന്നു നിന്നുകൊണ്ട് പറയുന്നവനെ കണ്ട് ആമി ഒരു നിമിഷം അവനെ തന്നെ നോക്കിക്കിടന്നു. കണ്ടു കഴിഞ്ഞെങ്കിൽ എണീറ്റ് വന്ന് ഫുഡ് കഴിക്ക്. എനിക്കൊന്നും വേണ്ട. പിടിച്ചോണ്ട് വന്ന് ജയിലിലിടുമ്പോടെ ഇട്ടിട്ട് കഴിക്കാൻ തന്നിട്ടെന്താ? എനിക്ക് വേണ്ടത് കുറച്ച് മനസ്സമാധാനമാ. അത് തരാനൊക്കുമോ നിങ്ങൾക്ക്? തൽക്കാലം പറ്റില്ല. ഇപ്പോൾ ചപ്പാത്തിയും കുറുമയുമേ കിട്ടിയുള്ളൂ. നാളെ രാവിലെ വേണമെങ്കിൽ പറഞ്ഞ സാധനം കിട്ടുമോയെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അവനൊരു തമാശ പോലെ പറയുന്നത് കേട്ട് ആമിക്ക് ദേഷ്യം വന്നു പോയിരുന്നു. തമാശയായിരുന്നോ? മനസ്സിലായില്ല. ഇനി മുതൽ തമാശിക്കുമ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞേക്കണം. എന്നാലേ എനിക്ക് ചിരിക്കാൻ പറ്റൂ. ആ, ആലോചിക്കാം. തൽക്കാലം മേഡം വന്ന് ഫുഡ് കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മനുഷ്യരെ തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത നിങ്ങളെപ്പോലൊരു ചെന്നായ്ക്കൊപ്പം ജീവിക്കുന്നതിന് ഭേദം പട്ടിണി കിടന്ന് ചാകുന്നതാ. സമനില തെറ്റിയവളെ പോലെ മുന്നിൽ നിന്ന് അലർന്നവളുടെ അരികിലേക്ക് പാഞ്ഞു ചെന്നവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ച് തൻ്റെ അരികിലേക്ക് വലിച്ചു റയാൻ. ഇല്ലടി, പട്ടിണി കിടന്ന് ചാകാനുള്ള മോഹമൊക്കെ നീയൊക്കെ കളഞ്ഞേരെ. നീ ചെന്നായുടെ ഒപ്പം തന്നെ ജീവിക്കും. എൻ്റെ മുന്നിൽ വെച്ച് അവൻ്റെ മിന്നെ സ്വീകരിക്കുമെന്ന് വീരവാദം മുഴക്കി നിനക്ക് അതാ ഞാൻ വിധിച്ചിരിക്കുന്ന ശിക്ഷ. ആ ശിക്ഷ അനുഭവിക്കാതെ നിന്നെ ഞാൻ മരിക്കാൻ പോലും വിടത്തില്ല. അതിന് നീ ശ്രമിച്ചാൽ. കണ്ടല്ലോ നിന്നെ കെട്ടാൻ നടന്നവന് കിട്ടിയത്. ചെന്നായ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നിന്റെ തന്തയാണെന്നുള്ള ബോധമൊന്നും കാണത്തില്ല. അതുകൊണ്ട് എൻ്റെ മുന്നിൽ വിളച്ചിലിറക്കരുത്. മര്യാദയ്ക്ക് വന്നിരുന്ന് കഴിക്കടി. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായത് നിറകണ്ണുകളോടെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നടന്നിരുന്നു ആമി. അത് കണ്ട് റയാനെന്ന് വിശ്വസിച്ചു. സോറിഡോ, തന്നെ വീണ്ടും വേദനിപ്പിക്കേണ്ടി വരുമോ എനിക്ക്? പക്ഷേ ഒരു വാക്ക് തരാം. ഈ ചെന്നായല്ലാതെ മറ്റാരും തൻ്റെ കണ്ണീരിന് കാരണമാവില്ലെനി. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. കിച്ചണിൽ എന്തൊക്കെയോ തട്ടും മുട്ടുമൊക്കെ കേട്ടായിരുന്നു ആമി കണ്ണ് തുറന്നത്. ബെഡിൽ എണീറ്റിരുന്ന് മൂരി നിവർത്തിയിട്ട് അവൾ എണീറ്റ് പുറത്തേക്ക് ചെല്ലുമ്പോൾ റയാൻ കിച്ചണിലായിരുന്നു. ഓഹോ, ചെന്നായ കിച്ചണിലൊക്കെ കയറുമോ? പിറുപിറുത്തുകൊണ്ട് അവൾ അകത്തേക്ക് ചെല്ലുമ്പോൾ അവൻ സ്റ്റൗവിനരികിൽ നിൽക്കുകയായിരുന്നു. ഒരടുപ്പിൽ ചായയും മറ്റേതിൽ ഒരു പാൻ വെച്ച് ബെഡും ഒരുക്കാനും ഇട്ടിരുന്നു. അതൊക്കെ കണ്ട് ഇവനിതൊക്കെ അറിയുമോ എന്നൊരു അത്ഭുതം തോന്നിയെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാത്ത മട്ടിൽ അവളൊരു ഗ്ലാസ് എടുത്ത് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പുറത്തേക്ക് നടന്നു. അവളുടെ പ്രവൃത്തികളൊക്കെ കണ്ടെങ്കിലും റയാനും ഒരക്ഷരം പോലും മിണ്ടാൻ നിൽക്കാതെ തൻ്റെ ജോലി തുടർന്നു. ആമി മുറിയിലെത്തി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടായിരുന്നു പിന്നീട് പുറത്തേക്ക് വന്നത്. അപ്പോഴേക്കും റയാന്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവൻ സിറ്റൗട്ടിലേക്ക് പോയിരുന്നു. ടേബിൾ അടച്ചു വെച്ചേക്കുന്ന ചായയും ബ്രെഡും മൊരിച്ചതും തനിക്കാണെന്ന് മനസ്സിലായ ആമി പതിയെ അവിടെ ഇരുന്നതൊക്കെ കഴിക്കാൻ തുടങ്ങി. അവൾ കഴിച്ചെണീക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു റയാൻ അകത്തേക്ക് കയറി വന്നത്. ഒന്ന് നിന്നേ. തന്നെ മൈൻഡ് ചെയ്യാതെ കഴിച്ച പാത്രവുമായി കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയ കണ്ട് അവൻ വിളിച്ചു. അത് കേട്ട് ആമി ചോദ്യഭാവത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഇന്ന് കോളേജിൽ പോണില്ലേ? ഗൗരവത്തിലുള്ള അവൻ്റെ ചോദ്യം കേട്ട് ആമി ആ മുഖത്തേക്ക് തുറച്ചു നോക്കി. എന്താടി? പോകേണ്ടത് കോളേജിലോട്ടാ. അവിടെ ചില റൂൾസൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് പോകാൻ പറ്റൂ. നിന്ന നിപ്പിൽ ഇറങ്ങിപ്പോന്ന ഞാൻ എന്ത് കുന്തവും കൊണ്ടാ കോളേജിലോട്ട് പോകേണ്ടത്? ചുണ്ട് കൂർപ്പിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോഴായിരുന്നു റയാനും അതേക്കുറിച്ച് ചിന്തിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ അവളോട് കൂടുതൽ സംസാരത്തിനൊന്നും നിൽക്കാതെ അവൻ മുറിയിലേക്ക് പോയി. ആമി കിച്ചണിൽ പോയി പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വന്ന് സോഫയിൽ വെറുതെ ഇരിക്കുമ്പോഴായിരുന്നു അവൻ പുറത്തേക്ക് വന്നത്. അപ്പോഴേക്കും അവൻ ഓഫീസിലേക്ക് പോകാനുള്ള വേഷത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. മുടി ചീകുന്നതിനിടയിൽ അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടതും ആമി അത് ശ്രദ്ധിക്കാത്തതുപോലെ മറ്റെവിടേക്കോ നോക്കിയിരുന്നു. ആ മമ്മി, ഞാൻ കൊടുക്കാം. അവൻ പറയുന്നത് കേട്ട് മുഖം തിരിച്ചു നോക്കുമ്പോൾ അരികിൽ വന്ന് ഫോണും നീട്ടി നിൽക്കുന്നവനെ കണ്ടപ്പോൾ അത് വാങ്ങാൻ കൂട്ടാക്കാതെ ആ മുഖത്തേക്ക് നോക്കിയിരുന്നതേയുള്ളൂ ആമി. മമ്മിയാ, നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അവളുടെ നോട്ടം കണ്ട് റയാൻ പറഞ്ഞതും ആമി മനസ്സില്ലാ മനസ്സോടെ ഫോൺ കയ്യിൽ വാങ്ങി. കാരണം അപ്പോഴും അവളുടെ മനസ്സിൽ കളരിക്കൽ വെച്ച് റൂബി തന്നോട് കാണിച്ച അടുപ്പമില്ലായ്മയായിരുന്നു. ഹലോ. ഫോണിന്റെ മറുതലയ്ക്കിൽ നിന്ന് റൂബിയുടെ സ്വരം കേട്ടപ്പോഴായിരുന്നു ആമി അത് കാതോട് ചേർത്തത്. ഹലോ. അവൾ റൂബിയോട് സംസാരിച്ചു തുടങ്ങിയെന്ന് കണ്ടതും റയാൻ പിന്തിരിഞ്ഞ് റൂമിലേക്ക് തന്നെ പോയി. പക്ഷെ അവിടെ നിന്ന് റെഡിയാകുന്നതിനിടയിലും അവർ തമ്മിലുള്ള സംസാരം അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മോളെ, നിനക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യമായിരിക്കുമല്ലയോ? സ്നേഹം നിറഞ്ഞ റൂബിയുടെ ചോദ്യം കേട്ടപ്പോൾ ആമി ഒരു നിമിഷം അവർക്ക് ആള് മാറിപ്പോയോ എന്ന് പോലും ചിന്തിച്ചു പോയി.
കാരണം അവരുടെ ഭാഗത്തു നിന്നൊരു മൃദു സമീപനം അവൾ പ്രതീക്ഷിച്ചതേ ആയിരുന്നില്ലല്ലോ. മോളെ. അവളുടെ മറുപടിയൊന്നും കിട്ടാതെ വന്നപ്പോൾ റൂബി വീണ്ടും വിളിച്ചു. ആ മമ്മി. രണ്ടും കൽപ്പിച്ചങ്ങനെ വിളിക്കുമ്പോഴും ആമിയുടെ സ്വരം വിറച്ചിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കൊച്ചിനോടൊരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞാൻ. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് മോള് മനസ്സിലാക്കണം. മമ്മിയെ വെറുക്കരുത്. നീ എന്നും റയാൻ്റെ പാതിയായിരിക്കണമെന്ന പ്രാർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ അന്നും. പക്ഷേ മമ്മിക്ക് പേടിയായിരുന്നു മോളെ. റീജോ പറഞ്ഞ കഥകളും മോളെ റയാന് കിട്ടിയ സാഹചര്യവുമൊക്കെ അത്തരത്തിലുള്ളതായിരുന്നല്ലോ. അങ്ങനെ പറ്റിപ്പോയതാ കൊച്ചെ. മോള് ക്ഷമിച്ചേക്ക്. അയ്യോ, ഇങ്ങനെയൊന്നും പറയല്ലേ മമ്മി. എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് മനസ്സിലാകും നിങ്ങളെയൊക്കെ. അന്ന് എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് ആരോടും ഒരു പരിഭവമില്ല. മുറിയിൽ നിന്ന് ആമിയുടെ വാക്കുകൾ കേട്ട റയാന്റെ ചുണ്ടിലും ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നിരുന്നു ആ നേരം. പിന്നെ എന്തിനാ മോളെ നിങ്ങൾ അവിടെ പോയി താമസിക്കുന്നേ? അവൻ ഇന്നലെ രാത്രി മോളെ കൂട്ടിക്കൊണ്ടു വന്ന കാര്യം പറയാൻ വിളിച്ചപ്പോൾ ഡാഡിയോട് പറഞ്ഞത് മോളുടെ താല്പര്യം നോക്കിയാ അങ്ങോട്ട് പോയതെന്നാ. അതൊക്കെ വേണോ മോളെ? നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇല്ല മമ്മി, ഇനിയും എൻ്റെ ജീവിതം വച്ചൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. മമ്മിയുടെ രണ്ടാമക്കൾക്കും കൂടി ഭാര്യയാകാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇനി ഈ കാര്യം പറഞ്ഞ് മമ്മി എന്നെ നിർബന്ധിക്കരുത്. റൂബിയോട് അങ്ങനെ പറയാൻ രണ്ടാമതൊന്നുകൂടി ആലോചിക്കാനുണ്ടായിരുന്നില്ല ആമിക്ക്. മോളെ, ഞാൻ ഒരമ്മയെന്ന നിലയിൽ എനിക്കും ഉണ്ടാവില്ലേ? എനിക്കും ഒരമ്മയും അച്ഛനുമൊക്കെ ഉണ്ട് മമ്മി. ഇന്നലെ സന്ധ്യാനേരത്തിൻ്റെ വീട്ടിൽ കയറി വന്ന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി പരാക്രമങ്ങൾ കാണിച്ച് എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയുടെ പേരും പറഞ്ഞെന്നെ പിടിച്ചിറക്കിക്കൊണ്ട് പോന്നതാ മമ്മിയുടെ മോൻ. ഇന്നീ നേരം വരെ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോയത്, എന്തിനാ കൊണ്ടുപോയതെന്നറിയാതെ ഉരുകി കഴിയുമായിരിക്കും എൻ്റെ അച്ഛനും അമ്മയും. അത്രയ്ക്കൊന്നും വരില്ലല്ലോ ഏതായാലും മമ്മിയുടെ വിഷമം. ഞാൻ മമ്മിയെ വിഷമിപ്പിക്കാൻ പറയുകയെന്ന് കരുതരുത്. എൻ്റെ നിസ്സഹായത കൊണ്ട് മാത്രമാണ് മമ്മിയുടെ മൂത്ത മോൻ്റെ കൂടെ ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത മമ്മിയുടെ ഇളയ മകനുള്ള ആ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരാൻ ആ നിസ്സഹായത കൊണ്ട് പോലും കഴിയില്ല. സോറി മമ്മി. അറുത്തു മുറിച്ച മട്ടിൽ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തതും സോഫയിൽ പിന്നിലേക്ക് ചാരിയിരുന്ന് കിതച്ചു പോയിരുന്നു ആമി. നന്ദൻ്റെയും പൂർണിമയുടെയും മുഖം മനസ്സിലേക്ക് വന്നതും അവളുടെ കണ്ണുകൾ തൂവി ഒഴുകി. അത് കണ്ടുകൊണ്ടായിരുന്നു റയാൻ അവിടേക്ക് വന്നത്. അവളുടെ കണ്ണുകൾ പെയ്യുന്നത് കാണെ കുറ്റബോധം കൊണ്ട് ഉള്ളു പിടഞ്ഞെങ്കിലും അവൻ ഗൗരവം വിടാതെ തന്നെ പിടിച്ചു നിന്നു. ആരെ കാണിക്കാനാ ഈ പൊങ്ങണ്ണീര്? കയ്യിലിരിക്കുന്നത് ഫോണല്ലേ? ആരെയെന്ന് വെച്ചാൽ വിളിച്ചറിയിച്ചൂടെ? പുച്ഛഭാവത്തിൽ അവൻ പറഞ്ഞതും ആമി ഞെട്ടി കണ്ണുകൾ തുറന്നു. താൻ കേട്ടത് സത്യം തന്നെയാണോ എന്ന മട്ടിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ റയാനത് മൈൻഡ് ചെയ്യാത്ത മട്ടിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ്റെ ആ പ്രവൃത്തിയിൽ നഷ്ടമായൊരു ലോകം തന്നെ തിരികെ കിട്ടിയതുപോലെയായിരുന്നു ആമിക്ക് തോന്നിയത്. അവൾ തിടുക്കപ്പെട്ട് ഫോണെടുത്ത് നന്ദൻ്റെ നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു. കുറേ സമയം കഴിഞ്ഞായിരുന്നു മറുവശത്തു നിന്ന് ഫോൺ എടുത്തത്. അച്ഛാ. കോൾ കണക്റ്റായതും ഒരു പൊട്ടിക്കരച്ചിലിനൊപ്പം കേട്ട വിളിയിൽ നന്ദൻ തറഞ്ഞു നിന്നു പോയിരുന്നു. പിന്നീട് അങ്ങോട്ട് പരസ്പരമുള്ള വിശേഷം പറച്ചിലും കരച്ചിലും ആശ്വസിപ്പിക്കലും ഒക്കെയായിരുന്നു. അതിനിടയിൽ വികാസും കുടുംബവും തിരികെ പോയ കാര്യം, അവരും തങ്ങൾ റയാൻ്റെ വിലയിലാണെന്ന കാര്യം ആമിയും പറഞ്ഞു. ഏറെ നേരത്തിനു ശേഷം സംസാരം അവസാനിപ്പിച്ച് കോൾ കട്ട് ചെയ്യുമ്പോൾ ഇരു കൂട്ടരുടെയും മനസ്സിൽ വല്ലാത്തൊരു സമാധാനം തോന്നിച്ചിരുന്നു. അച്ഛനോടും അമ്മയോടും സംസാരിച്ചു കഴിഞ്ഞ് ജാസ്മിനെയും കീർത്തിയെയും കൂടി കോൺഫറൻസ് കോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ച ശേഷമായിരുന്നു ആമിക്കൊരു സമാധാനമായത്. കഴിഞ്ഞെങ്കിൽ ആ ഫോണൊന്ന് തന്നിരുന്നെങ്കിൽ എനിക്ക് ഓഫീസിൽ പോകാമായിരുന്നു. ഫോൺ വിളിച്ച് എല്ലാവരോടും സംസാരിച്ചതിൻ്റെ സന്തോഷത്തിൽ ഒരു നേർത്ത പുഞ്ചിരിയോടെ ഇരിക്കുന്ന ആമിക്കരികിലേക്ക് വന്നുകൊണ്ട് റയാൻ പറഞ്ഞത് കേട്ട് അവൾ വേഗം ഫോണവന് നീട്ടി. നിമിഷ നേരം കൊണ്ട് അവളിൽ വന്ന മാറ്റങ്ങൾ നോക്കിക്കൊണ്ട് അവനത് വാങ്ങി പോക്കറ്റിൽ തിരുകി. ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു കൊച്ചു കുട്ടിയെപ്പോലെ സന്തോഷിക്കുന്ന അവളൊരു അത്ഭുതം തന്നെയായിരുന്നു. ഞാനിറങ്ങുക. പുറത്ത് സെക്യൂരിറ്റി കാണും. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അവനോട് പറഞ്ഞാൽ മതി. പിന്നെ നിന്റെ ഭാവി ഭർത്താവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താനോ എന്നെ പറ്റിച്ച് മുങ്ങാനോ വല്ലതും നോക്കിയാൽ അവൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്. അത് പള്ളി പെരുന്നാളിന് വാങ്ങിയതല്ലെന്നുള്ള ഓർമ്മ വേണം. ഒന്നാമതവൻ മലയാളിയല്ല. ഞാൻ പറയുന്നതിൽ നിന്ന് ഒരു ഇഞ്ച് വ്യത്യാസം വന്നാൽ അവൻ തലമണ്ടയ്ക്ക് ഓട്ടയിടും. എന്നിട്ട് എന്നെ പോലും വിളിക്കും. അതുകൊണ്ട് നിന്റെ കുരുട്ട് ബുദ്ധിയൊന്നും പ്രയോഗിക്കാൻ നിൽക്കണ്ട. തന്നെ കളിയാക്കും പോലെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നവനെ തുറിച്ചു നോക്കി നിന്നതേയുള്ളൂ ആമി. പുറത്തേക്കിറങ്ങിയ സെക്യൂരിറ്റിയോട് എന്തൊക്കെയോ പറഞ്ഞേൽപ്പിച്ചിട്ട് വാതിൽ നിൽക്കുകയായിരുന്ന ആമിയെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയിട്ട് റയാൻ തൻ്റെ കാറിൽ കയറിപ്പോയി. അവൻ പോയതും എന്ത് ചെയ്യണമെന്നറിയാതെ ആമി തിരികെ വന്ന് സോഫയിലേക്ക് തന്നെ ഇരുന്നു.